ഇന്ന് നമ്മൾ ഒരിടത്ത് ഡാൻസ് കളിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെയും കൂടെ കൂട്ടാമെന്ന് വിചാരിച്ചു. സിയാക്ക് സൗത്ത് ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് ഒരു ഫുഡ് ഫെസ്റ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കൾച്ചറൽ പെർഫോമൻസസും കൂടെ അവിടെ വെച്ചിട്ടുണ്ട്. അവിടെ കളിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ പോയേക്കുന്നത്. അപ്പം ഞാനും എൻ്റെ ഡാൻസ് പഠിപ്പിക്കുന്ന കുട്ടിയാണ് കേട്ടോ, നിവേദിത കുട്ടിയാണ് ഈ കുട്ടി. ആമിക്കുട്ടിയൊക്കെ നന്ദൂട്ടൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പം ഞാനും നിവേദിതയും 2-3 ദിവസത്തെ പ്രാക്ടീസ് മാത്രമായിട്ടാണ് ഞങ്ങളിവിടെ കളിക്കാൻ പോയേക്കുന്നത്. നിവേദിത ഒരു ഡെൻ്റൽ ഡോക്ടറാണ്. അപ്പം ഞങ്ങളുടെ രണ്ടുപേരുടെയും അവധി സമയമൊക്കെ ഒത്തുവരണ്ടേ. അപ്പം ആകെ 2-3 ദിവസത്തെ പ്രാക്ടീസ് ഞങ്ങൾക്കുള്ളൂ കേട്ടോ. എന്തായാലും ദൈവത്തെയൊക്കെ വിളിച്ച് ധൈര്യത്തോടെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് കേട്ടോ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ്. ഇഷ്ടംപോലെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു. എല്ലാ കൗണ്ടറിൻ്റെ മുന്നിലും തന്നെ ആളുകളായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ പെട്ടെന്നൊന്ന് കാണിക്കാവേ ഫുഡൊക്കെ. അപ്പം ഇതൊക്കെ നമ്മുടെ കൂട്ടുകാരും കൂടാണ് കേട്ടോ. ഇവരെയൊക്കെ കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ. അപ്പം അവരെ കണ്ട എക്സൈറ്റ്മെൻറ്റിൽ എനിക്ക് ഈ ഏരിയയിലുള്ള ഫുഡ് ഐറ്റംസിൽ ഉള്ള കോൺസെൻട്രേഷൻ ചെറുതായിട്ടൊന്ന് പോയി കേട്ടോ. അതുകൊണ്ട് ഫുഡ് ഐറ്റംസ് ഒന്നും എടുത്തിട്ടില്ല അവിടുത്തെ. ചെറുതായിട്ടൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. മെയിനായിട്ട് നമ്മുടെ ചായയുടെ കടികളാണ് കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പപ്പടബോളി, ഉള്ളിവട, പഴംപൊരി, പപ്സ്, ചിക്കൻ പപ്സ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ആയിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ സിയാക്കിൻ്റെ മെയിൻ ആളുകളും കൂടിയാണ് കേട്ടോ. ഇവിടെ നമ്മുടെ നാടൻ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇവിടുന്നൊരു ഇവിടെ കപ്പ ഉണ്ടായിരുന്നേ. നമ്മൾ ഇവിടുന്നൊരു കപ്പയും മീൻകറിയൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ സ്റ്റേജിൽ പരിപാടികൾ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നിറച്ച ആളുകൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. ആ കൂടെ തന്നെ ഞാൻ എൻ്റെ പരിചയക്കാരെയൊക്കെ ഒന്ന് കണ്ടു, പരിചയമൊക്കെ ഒന്ന് പുതുക്കി. ഇങ്ങനെയുള്ള അവസരങ്ങളാണ് നമുക്ക് അതിനൊക്കെ കിട്ടുന്നത്. നല്ല കൊതിയൂറുന്ന കുറേ ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ പരിചയക്കാരെയൊക്കെ ഒന്ന് കണ്ടു. അവരുടെ കൂടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു. ഇതാണ് ഞാൻ പറഞ്ഞ സിയാക്ക് സൗത്ത് ഇന്ത്യൻ ആർട്സ് ആൻഡ് കൾച്ചറൽ സൊസൈറ്റി. ഇവർ നടത്തുന്ന ഫുഡ് ഫെസ്റ്റാണ് കേട്ടോ. ഇത് വീണ ചേച്ചിയുടെ ഇളയ മോള് സൗത്ത് ആംപ്ടൺ വന്നപ്പോൾ തൊട്ടുള്ള നമ്മുടെ സപ്പോർട്ട് സിസ്റ്ററാണ്. ചേച്ചിയുടെ മൂത്ത മോള് നല്ലൊരു ഡാൻസറാണേ. ഇതെല്ലാം നമ്മുടെ ഫ്രണ്ട്സാണ്. ഇവരെല്ലാം പരിപാടി അവതരിപ്പിക്കാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. നമുക്കപ്പം നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു കോർണറിൽ ഞങ്ങൾ ഇന്ന് പ്രാക്ടീസൊക്കെ ചെയ്തു. ഇവിടുത്തെ കുറച്ച് ഓഫീഷ്യൽസ് ഒക്കെ പരിപാടി കാണാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് ഉള്ള വിളി വന്നു. ഞാനിഷ്ടം സിനിമയിലെ ചഞ്ചല ദ്രുത പദതാളം ആ പാട്ടാലാണ് ഡാൻസ് കളിച്ചത് കേട്ടോ. പരിപാടി തീർന്നു. കുറച്ച് ആഹാര സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു കേട്ടോ, വീട്ടിൽ ചെന്ന് സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം പോകുന്നതിന് മുമ്പ് നമ്മുടെ കൂട്ടുകാരോടൊക്കെ ഒന്നും കൂടെ ഒന്ന് ചെന്ന് യാത്രയൊക്കെ പറഞ്ഞു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇതുവരെയുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ, ബൈ ബൈ.